ഹലോ ഓൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി കാണിക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഈദിന് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഗ്രൂപ്പ് ഒന്ന് പരിചയപ്പെടാം. ഐറൻസ് ബൊട്ടീക്ക് എന്നാണ് കേട്ടോ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഈദ് കളക്ഷൻസൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ എന്തായാലും ഈദൊക്കെ വരെയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാതിരിക്കില്ല. അപ്പോൾ അടിപൊളി ഒരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മൾ ഷോപ്പിലൊക്കെ പോകുന്നതിന് മുമ്പേ ഈ ഒരു ഗ്രൂപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവരുടെ കയ്യിൽ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, ബാഗ്, നമ്മുടെ ഹാൻഡ് ബാഗ് അല്ല ബാഗ് അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്തൊക്കെ കളക്ഷനാണ് ഉള്ളതെന്ന്. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ജീൻസും ടോപ്പും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈദ് കളക്ഷൻസൊക്കെ ഇല്ലേ, അപ്പോൾ പ്രത്യേകതരം ഒരു അടിപൊളി ഡ്രസ്സുകളൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്യുക. എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള കളക്ഷൻസൊക്കെയാണ് ഇവരുടെ ഈ ഒരു പേജിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത്രയ്ക്കും അടിപൊളിയ കളക്ഷൻ ആയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കി തരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടി വെയർ ചുരിദാറും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും വേണമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്യുക, കയറി നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ റവ അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ഇനി ആ 250 ml കപ്പിന് 2 കപ്പ് റവയും കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം ചൂടായിട്ടുള്ള വെള്ളം എടുക്കുക. അധികം തിളച്ച വെള്ളം ആവശ്യമില്ല, ഒരു മീഡിയം ചൂടുള്ള നമ്മുടെ തണുപ്പ് മാറിയിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള വെള്ളം എടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 2 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ റവ എടുക്കുമ്പോൾ വറുത്തതായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ദാണ്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നിങ്ങൾ വെള്ളം ചേർക്കാനുള്ളത്. കൂടിപ്പോകാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. ഈ ഒരു പരുവത്തിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് നിങ്ങൾ അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. റെസ്റ്റ് ചെയ്തില്ല എന്ന് വെച്ചും വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലേ നമ്മുടെ ഈസ്റ്റൊക്കെ നമ്മൾ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ഫെർമെൻറ്റേഷനൊക്കെ നടന്നിട്ട് നമ്മുടെ മാവൊക്കെ ഒന്ന് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ അതാണ്ട് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷം നമ്മൾ പാത്രം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഒന്ന് ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മറ്റു പരിപാടിയൊന്നുമില്ല കേട്ടോ. നല്ലൊരു പാൻ ഒന്ന് ചൂടാക്കുക. നമ്മൾ ദോശത്തവയോ അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്ക് തവയോ ഏതെങ്കിലും എടുക്കുക. എന്നിട്ട് നമ്മുടെ തവ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നോർമൽ അപ്പത്തിൻ്റെ ബാറ്ററും ദോശയുടെ ബാറ്ററൊക്കെ ഒഴിക്കുന്നത് പോലെ ഇതുപോലെ ഒരു തവി കോരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബബിൾസ് വരാനായിട്ട് തുടങ്ങുമ്പോൾ ഇതൊന്ന് അടച്ചു കൊടുക്കുക. അടച്ചു കൊടുത്ത ശേഷം 2 സെക്കൻഡ് അങ്ങനെ വെക്കുക. അപ്പോഴേക്കും ദാണ്ട് നന്നായിട്ടായി കിട്ടും. ഇത് നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു റവ അപ്പം നമ്മൾ 1 സൈഡ് മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ദാണ്ടേ നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാം. നിങ്ങൾ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ കുതിർക്കാനൊക്കെ അരയ്ക്കാൻ മറന്നു പോവുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റവ അപ്പത്തിൻ്റെ ഈ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഏതൊരു കറിക്കും നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിച്ചമ്മന്തിയും അതുപോലെ തന്നെ പൊട്ടറ്റോ മസാലയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് കടലക്കറിയോ ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ ഏത് കറിക്കും അടിപൊളി കോമ്പിനേഷനാണ്. പക്ഷേ ഇതാണ്ട് ഇതുപോലെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. ഈ ഒരു ഉള്ളിച്ചമ്മന്തിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക.
അപ്പോൾ ആ റെസിപ്പി ഞാൻ ഷെയർ ആക്കാം. അപ്പോൾ ഇതാണ്ടേ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ റവ അപ്പവും ഉള്ളിച്ചമ്മന്തിയും അതുപോലെ പൊട്ടറ്റോ മസാലയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. എന്നിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു, ബൈ.